കോഴിക്കോട് പോയാൽ ഹൈലൈറ്റ് മാള് പോയിട്ടുണ്ടായിരുന്നേ. ആ ബെസ്റ്റ്. കേറി വരുമ്പോ തന്നെ കണി കണ്ടതിനകത്ത് ഏതന ഓടിപ്പോയി കേറിയിരുന്നു. മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻ എല്ലാം കണ്ടാ വിചാരിക്കും ഓനാ സ്റ്റിയറിംഗ് തിരിച്ചിട്ടാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. ഒരെണ്ണത്തിന്റെ അകത്ത് ഇറങ്ങിയിട്ട് അടുത്തേൽ കയറാനാ നോക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചിട്ട് ആടുന്ന് സ്കൂട്ടായി. ഏട്ടന്റെ ജാക്കറ്റ് നോക്കണായിരുന്നു. ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ 8,000 അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. പിന്നെയും കുറെ ട്രയലെല്ലാം ചെയ്ത് നോക്കി ലാസ്റ്റ് ഒരെണ്ണം ഫിക്സ് ചെയ്തു. ഏതും ഇതുപോലെ പുറത്തെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലെയെല്ലാം പോകുന്നതും. അതുകൊണ്ട് കിട്ടിയ ചാൻസിന് ഏതും പറന്ന് നടക്കലായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടാ. ഒരു ഫുൾ ബോഡി മസാജർ, കാലിന്റെ തണ്ടവരല് മുതൽ അങ്ങ് മൂർധാവ് വരെ, എന്തിന് ചന്തിക്ക് വരെ മസാജ് ചെയ്യുന്ന ഒരു മസാജർ. ഇത് കണ്ട നിങ്ങള് പുതിയ ഇടവാണ്. ഓടുമ്പോ പിടിച്ചു വെച്ചാ കൈ പിടിച്ച് കടിക്കും. ഇപ്പം വരെ കൈയിന്റെ പുകച്ചില് പോയിട്ടില്ല. ഇനിയും പരാക്രമം കൂടുന്നതിന് മുമ്പ് നമുക്ക് നല്ല സ്കൂട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി. കോവൂർ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ അവിടത്തേക്ക് ഇനിയും കുറെ ദൂരം ഇല്ലെന്ന് വെച്ചിട്ട് പേരകണ്ണ് ബിരിയാണി കഴിച്ചു. ലഗോൺ ചിക്കനും ലെഗ് പീസും. പക്ഷെ അവിടുത്തെ ബിരിയാണി അതിന്റെ തട്ട് എപ്പോൾ താണിച്ചെന്നെ ഉണ്ടാവുക. പൊതുവേ ബിരിയാണിയിൽ എരിവുണ്ടാവുന്നതുകൊണ്ട് ഏതും ബിരിയാണി കഴിക്കുകയില്ല. പക്ഷെ നിങ്ങളെന്നെ നോക്ക്, അത് മൊത്തം കഴിച്ചിന്. ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.